PV അൻവറിനെ ചൊല്ലി കേരളത്തിലെ കോൺഗ്രസിൽ തർക്കങ്ങൾ മുറുകുന്നതിനിടെ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കൂട്ട രാജി അരങ്ങേറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 200-ലധികം നേതാക്കളും പ്രവർത്തകരും കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഒരു പ്രത്യേക യോഗം വിളിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘത്തെ നയിച്ചത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MS മുഹമ്മദ് ആയിരുന്നു. MS മുഹമ്മദിന്റെയും മറ്റു ചില നേതാക്കളുടെയും നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ തുടർച്ചയായി അരങ്ങേറുന്ന വർഗീയ കൊലപാതകങ്ങൾ നിയന്ത്രിക്കുന്നതിലും ന്യൂനപക്ഷങ്ങളെ സംഘപരിവാർ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ആഭ്യന്തരമന്ത്രി G പരമേശ്വരയും ഒരു തികഞ്ഞ പരാജയമായി കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഏറെക്കാലത്തിന് ശേഷം BJPയുടെയും സംഘപരിവാറിന്റെയും ശക്തി കേന്ദ്രമായ ദക്ഷിണ കന്നഡ ജില്ലയിൽ നടത്താൻ സാധിച്ചിരുന്നു. ഒരു സീറ്റ് BJPയിൽ നിന്നും പിടിച്ചെടുക്കാൻ ഇത്തവണ കോൺഗ്രസിന് ദക്ഷിണ കന്നഡയിൽ സാധിച്ചത് 8-ൽ 2 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ടുകൂടിയായിരുന്നു. പക്ഷേ ദക്ഷിണ കന്നഡ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി അരങ്ങേറുന്ന വർഗീയ കൊലപാതകങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യം അരങ്ങേറുന്ന കൊലപാതകം ഒരു മലയാളി കൂലിപ്പണിക്കാരനായ അഷ്റഫ് എന്ന യുവാവിൻ്റെതായിരുന്നു. ഒരു ക്ഷേത്രത്തിന് സമീപം മംഗളൂരുവിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾക്കകലെ ഉള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച ഒരു തർക്കത്തിനിടെ ഹിന്ദുത്വവാദികളുടെ സംഘം അതിഭീകരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അഷ്റഫിനെ. ആ കൊലപാതകത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കിപ്പുറമായിരുന്നു സുഭാഷ് ഷെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ബജ്രംഗ ദളിന്റെ നേതാവും നിരവധി കൊലപാതക കേസിലെ പ്രതിയുമായ വ്യക്തി പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിനെ രൂപീകരിച്ചു. ഇനി യാതൊരു പ്രശ്നങ്ങളും ദക്ഷിണ കന്നഡയിൽ ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായ G പരമേശ്വര ഉറപ്പ് നൽകിയതെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇംതിയാസ് എന്ന പേരിൽ അവിടുത്തെ ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ ഒരു യുവാവ് അതിഭീകരമായി ദക്ഷിണ കന്നഡയിൽ കൊല ചെയ്യപ്പെടുന്നത്. ഈ സംഭവം കൂടിയായതോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭയം ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ വിതച്ചിട്ടുണ്ട്. ആ ഭയത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുവാനോ കാതലായൊരു നടപടി സ്വീകരിക്കുവാനോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഈ നേതാക്കളും പ്രവർത്തകരും ആരോപിക്കുന്നത്. മന്ത്രിതല ചർച്ച തന്നെ നടത്തി ഈ നേതാക്കളെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അത് വിജയിച്ചില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദക്ഷിണ കന്നഡ ജില്ല എപ്പോഴും വർഗീയ സംഘർഷങ്ങളുടെ ഒരു വേദിയായിട്ടുള്ള ജില്ലയാണ്. സംഘപരിവാറിന് വലിയ ഭൂരിപക്ഷമുള്ള വലിയ ആധികാരികമായ വിജയങ്ങൾ അവർ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ വർഗീയ കൊലപാതകങ്ങളും ദക്ഷിണ കന്നഡയ്ക്ക് പുതുമയല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നേതാക്കളുടെ രാജി തന്നെ. എന്തായാലും സെക്സ് സ്കാൻഡൽ വിവാദത്തിൽ നിന്നും പെൻഡ്രൈവ് വിവാദത്തിൽ നിന്നുമൊക്കെ ഒരുവിധം തലകയറി വരികയായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. അതിനു പുറമെ തൊഴിലാളികളുടെ സമരം, കർണാടക RTCയിലെ അടക്കമുള്ള തൊഴിലാളികളുടെ സമരമൊക്കെ ഒന്ന് പരിഹരിച്ച് വരുന്നതിനിടെയാണ് ഈ കൂട്ടരാജി എന്നത് കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.